അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا أمير المؤمنين عمر بن الخطاب وعلى أساتذتنا وعلى مشايخنا وعلى والدينا. ഏറ്റവും ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം പരിശുദ്ധ മദീനയിലെത്തി. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലിയാൽ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നാം മനസ്സിലാക്കി. ഇനി തൊട്ടടുത്ത് വിശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. മഹാനവറുകളെക്കുറിച്ചും അല്പം പറയാം. ആ വലിയ മനുഷ്യൻ്റെ ഗുണഗണങ്ങൾ കിതാബുകളിൽ പരതിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. എവിടുന്ന് തുടങ്ങണം, എന്തു പറയണം, എങ്ങനെ പറയണം എന്നൊന്നും പിടികിട്ടുന്നില്ല. അതൊരു സമുദ്രമായി നിലനിൽക്കുകയാണ്. ദിവസങ്ങൾ പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങളാണ് അവർക്കുള്ളത്. അള്ളാഹു ആ മഹാനവറുകളുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ഷഫാഅത്ത് കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിലെത്തുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മെയും മാതാപിതാക്കളെയും ഭാര്യമക്കളെയും അള്ളാഹു പെടുത്തട്ടെ. അവരുടെ പരിശുദ്ധ ഖബറിൻ്റെ ചാരത്ത് ചെന്ന് സലാം പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഏതായാലും അവിടുത്തെ മഹത്വങ്ങൾ അല്പം ബറക്കത്തിന് വേണ്ടി പറയാം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും വലിയ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ഫാറൂഖ് എന്ന പേര് ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതാണ്, അറിയിച്ചതാണ്. നമുക്കറിയാം, എത്ര ഉമറുമാർ ലോകത്ത് വന്നുപോയിട്ടുണ്ടെങ്കിലും മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇക്കാലം വരേക്കും ഇപ്പോഴും നിരവധി ഉമറുമാർ ലോകത്തുണ്ട്. പക്ഷേ ഉമർ അത് ചെയ്തു, ഉമർ അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരായിരിക്കും. അത്രക്കും പ്രസിദ്ധമാണ് അവിടുന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു. എന്ത്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക. പടച്ചവനെ, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുപോലെ അബൂജഹൽ, ഈ രണ്ടു പേരിൽ നിന്ന് നിനക്കാരാണോ ഏറ്റവും ഇഷ്ടമുള്ളവർ, അവരെ നീ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധ ഇസ്ലാമിന് ശക്തി നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തിരുന്നു. അങ്ങനെ ആരാ ഇസ്ലാം മതം സ്വീകരിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതെന്തിൻ്റെ അടയാളമാണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, വക്കാന അഹബ്ബുഹുമാ ഇലൈഹി ഉമർ. ആ ദുആ സ്വീകരിച്ച് ആരാണ് ഇസ്ലാമിലേക്ക് കടന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് ആണെന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അവിടുത്തെ ചില മഹത്വങ്ങൾ നമുക്ക് പറയാം. പരസ്യമായി ഹിജറ പോയ മഹാനാണ്. മറ്റെല്ലാവരും ഒളിച്ചും പേടിച്ചുമൊക്കെ ഹിജറ പോയപ്പോൾ അവിടുന്ന് വിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് തവാഫ് ചെയ്ത് ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ നിസ്കരിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഹിജറ പോവുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തി ഹിജറ പോയ ധൈര്യശാലിയാണ്. ആ മഹാനവറുകളുടെ മഹത്വം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അവ്വലു മൻ യുഅ്താ കിതാബുഹു ബിയമീനിഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവ്വലു മൻ യുഅ്താ കിതാബഹു ബിയമീനിഹി, ആദ്യമായി വലത് കൈയിൽ കിതാബ് ലഭിക്കുക ആർക്കാ? അത്രയും വലിയ സ്ഥാനം വേണ്ടേ? അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. വലഹു ശുആഉൻ കശുആഇ ശംസി. ഏതാണ് ആ കിതാബ് എന്നറിയോ? മഹാനവർക്ക് കിട്ടുന്ന കിതാബിന് സൂര്യപ്രകാശം പോലുള്ള പ്രകാശമുണ്ടാകും. അതിന് നന്മയേ ഉള്ളൂ, മഹത്വങ്ങളെ അതിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പ്രകാശിക്കുന്ന പുസ്തകമായിരിക്കും.
അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു കൂട്ടത്തിൽ സദസ്സിലുള്ളവര്, അയിന അബൂബക്കറിൻ ഇബ്നു അമ്മി റസൂലില്ലാ, അല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എവിടെയാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനല്ലേ അത് കിട്ടേണ്ടത് ആദ്യം, എവിടെ പോയി അവര്? ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹൈഹാത്ത ദാലിക റജുലുൻ റഫഅത്തുഹുൽ മലായികത്തു ഇലൽ ജന്ന. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിക്കണ്ട, അവർക്ക് കിതാബൊന്നും വേണ്ട, അവർക്ക് കിതാബ് പോലുമില്ല, മറിച്ച് അവരെ എന്ത് ചെയ്യുന്നു, മലക്കുകൾ എടുത്തുകൊണ്ടുപോയി സ്വർഗത്തിൽ വെക്കുന്നതാണ്. അത്രയും മഹത്വമാണിത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു മഹത്വമാണിത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു മഹത്വമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളോട് ദുആ ചെയ്യണം എന്ന് പറയണമെങ്കിൽ അത്ര വലിയ മഹാനാവണം അല്ലേ? ബഹുമാനപ്പെട്ടവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറക്ക് പോകാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് സമ്മതം ചോദിച്ചു. അതൊക്കെ ചെയ്യണം. ഉംറക്ക് പോകുമ്പോൾ ആരോടും പറയാതെയല്ല, പള്ളിയിലെ ഉസ്താദിനോട്, പരിസരത്തുള്ള സയ്യിദന്മാരോട്, നാട്ടിലെ കാരണവന്മാരോടൊക്കെ സമ്മതം ചോദിച്ച് അവരുടെയൊക്കെ തൃപ്തിയോടുകൂടിയാണ് പോകേണ്ടത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ഉംറക്ക് പോകാൻ ആശിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് സമ്മതം ചോദിച്ചു. അപ്പം എന്താ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ മറുപടി, യാ അഖീ, എന്തൊരു വിളിയാണതല്ലേ എൻ്റെ പൊന്നു സഹോദര, അശ്രിക്നാ ഫി സ്വാലിഹി ദഅവാതിക വലാ തൻസനാ. നിങ്ങൾ ഉംറക്ക് പോകുമ്പോൾ ഈ പാവപ്പെട്ടവനെ നിങ്ങൾ ദുആയിൽ ഓർക്കുക. ആരാ ഇത് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂല്. നിങ്ങൾ എന്നെ ദുആ ചെയ്യണം. ഇത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉപ്പാനോട് ചോദിച്ചു, അല്ല ഉപ്പാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായ രംഗമേതാ? അത് ഈ രംഗമാണ്. ഏത് രംഗം? അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ മഹത്വമാണത്. മാഷാ അല്ലാഹ്. മാത്രമല്ല അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ലൗ കാന നബിയ്യൻ ബഅദി ലകാന ഉമർ. എനിക്ക് ശേഷം ലോകത്തൊരു നബി വരികയാണെങ്കിൽ അതിന് അർഹനാരായിരിക്കും മഹാനായ ഉമർ റളിയല്ലാഹു. ചില്ലറ മഹത്വമാണോ അപ്പോൾ അത്? മുസ്ലിമീങ്ങൾ ആരെക്കുറിച്ചാണ് ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം, യാ ഉമറു മാ ലഖിയക ശൈത്വാനു സാലിക്കൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്. ഷെയ്ത്താൻ, ഇബ്ലീസിന് പോലും ഉമർ റളിയല്ലാഹുവിനെ പേടിയാണ്. അങ്ങ് പോകുന്ന വഴിയിലൂടെ പോലും അവനെ കാണില്ല. എത്ര വലിയ മഹത്വമാണിത്, ആലോചിച്ചു നോക്കൂ. നമ്മൾ ആരുടെ മുമ്പിൽ ചെന്നാണ് അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, ഞാനിത് പറയുന്നത് ആരോടാണ്, ആർക്കാണ് ഞാൻ ഈ പാവപ്പെട്ട എനിക്ക് സലാം ചൊല്ലാൻ തൗഫീഖ് കിട്ടിയത് ആരോടാണ്, ആരുടെ മുമ്പിലാണ് നമ്മളിത് ചൊല്ലുന്നത് എന്നൊക്കെ. മഹാനായ വലിയ സ്വഹാബിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മാസിൽനാ അഇസ്സതൻ മുൻദു അസ്ലമ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ ഞങ്ങൾക്ക് എന്തോ ഒരു അഭിമാനവും അന്തസ്സും ഒരു വല്ലാത്ത ഇസ്സത്ത് ലഭിക്കുകയുണ്ടായി, പ്രതാപം ലഭിക്കുകയുണ്ടായി. വീണ്ടും മഹാൻ പറയുന്നു, വല ഉദിയ ഇൽമു അഹ്യാഇൽ അറബി ഫീ കിഫത്തിൻ വ ഉദിയ ഇൽമു ഉമർ റളിയല്ലാഹു അൻഹു ഫീ കിഫത്തിൻ ലറജഹ ഇൽമു ഉമർ റളിയല്ലാഹു. ഒരു തുലാസിൻ്റെ ഒരു തട്ടില് എല്ലാവരുടെയും അമ്പിയാക്കളുടേതല്ല കേട്ടോ, എല്ലാ അറബ്സിൻ്റെയും ഇൽമുകൾ അതിൽ വെച്ചു. പിന്നെയോ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൽമു മറ്റൊരു തട്ടിൽ വെച്ചാൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ഇൽമായിരിക്കും ഘനം തൂങ്ങുക. ആരായത്? മാഷാ അല്ലാഹ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ബൈന അന ജാലിസുൻ ഫീ മസ്ജിദി, ഞാൻ എൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. ആരവൻ? അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അതഹദ്ദസു മഅ ജിബ്രീൽ അലൈഹിസ്സലാം, വഹി വന്ന് ജിബ്രീലുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ദഖല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാനും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരിക്കെ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വന്നു. അപ്പം ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ നബി തങ്ങളോട് ചോദിച്ചു, അലൈസ ഹാദാ അഖൂക ഉമർ ഇബ്നുൽ ഖത്താബ്, ഇതല്ലേ നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ്? ഫഖുൽതു ബല. എന്നിട്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, അലഹു ഇസ്മുൻ ഫിസ് സമായി കമാ ലഹു ഇസ്മുൻ ഫിൽ അർദ്. അല്ല ജിബ്രീലെ, അവർക്ക് വല്ല മഹത്വത്തിൻ്റെ പേരും ആകാശലോകത്തുണ്ടോ? ഫഖാല വല്ലദീ ബഅസക ബിൽ ഹഖ് ഇന്ന ഇസ്മഹു ഫിസ് സമായി അഷ്ഹറു മിൻ ഇസ്മിഹി ഫിൽ അർദി ഇസ്മുഹു ഫിസ് സമായി ഫാറൂഖ് ഫിൽ അർദി ഉമർ.
ഭൂമിയിൽ ഉമർ എന്നല്ലേ അവർക്കുള്ള പേര്, എന്നാൽ ആ പരലോകത്ത് മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ പേരെന്ന ഫാറൂഖ്, സത്യാസത്യത്തിൻ്റെ ഇടയിൽ സത്യാസത്യത്തെ വേർതിരിച്ചു തന്ന മഹാൻ എന്ന അർത്ഥം കുറിക്കുന്ന ഫാറൂഖ് എന്നാണ് അവരുടെ പേര് ആകാശലോകത്ത്. അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മരുമകനാണ്. അത് മറ്റൊരു വലിയ മഹത്വമാണ്. നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആയിഷ ബീവി റസൂലുള്ളാഹിൻ്റെ ഭാര്യയായതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു ഹബീബ് സല്ലല്ലാഹു നിങ്ങളുടെ മറ്റൊരു പത്നിയല്ലേ. ആ നിലക്കും മഹാനവർക്ക് സ്ഥാനമുണ്ട്. ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു ജാഫറുൽ അബ്ദി റളിയല്ലാഹു പറയാണ്, ഒരു ദിവസം ഇതൊക്കെ ആരാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കാനാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ തൻ്റെ കഴുതപ്പുറത്ത് മദീനയുടെ തെരുവീതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ച് വിശുദ്ധ ഖുർആൻ ഓതി നിസ്കരിക്കുന്നത് പെട്ടെന്ന് ശബ്ദം കേട്ടു. ഓതുന്ന ശബ്ദം കേട്ടു. എന്താണ് ആ സഹാബി ഓതുന്നത്? വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റക്കിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖ്ഫിൽ മർഫൂഅ് വൽ ബഹ്റിൽ മസ്ജൂർ. വളരെ സുപ്രധാനമായ 5 സംഗതികളെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 5 സംഗതികൾ വെച്ചുകൊണ്ട് അല്ലാഹു തആല ആണയിട്ട് സത്യം ചെയ്ത് പറയുന്നു. എന്താ പറയുന്നത്? ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ. എന്താ അല്ലാഹു തആല പറഞ്ഞത്? അങ്ങയുടെ നാഥന്റെ ശിക്ഷ തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. അല്ലാഹുവിൻ്റെ ഹബീബായ നബിയെ, അങ്ങയുടെ നാഥന്റെ ശിക്ഷ തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. അഥവാ അന്ത്യദിനം സംഭവിച്ച് പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തൻ്റെ നന്മതിന്മകൾ വിചാരണ ചെയ്ത് പരാജയപ്പെട്ടവരെ ശിക്ഷക്ക് വിധേയമാക്കുക തന്നെ ചെയ്യും. അല്ലാഹ്, നമ്മളൊക്കെ ഈ ആയത്ത് എത്ര പ്രാവശ്യം ഓതിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ വല്ല പേടിയും വന്നിട്ടുണ്ടോ അള്ളാഹിൻ്റെ ശിക്ഷയെക്കുറിച്ച്? മാലഹു മിൻ ദാഫിഉ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്ന വരിയാണ് മാലഹു മിൻ ദാഫിഉ. അത് തടയുന്നവരാരുമില്ല, അത് തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഖിയാമത്ത് നാളിലെ തടഞ്ഞു നിർത്താൻ ലോകത്തൊരു സയൻസിനും സാധ്യമല്ല. നാളെ ആഖിറത്തിൽ നടത്തുന്ന വിചാരണയെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ നരകത്തെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇവരുടെയും ഒക്കെ ശഫാഅത്തല്ലാതെ മറ്റൊന്നിനും അവയെ തടയാൻ സാധ്യമല്ല. ഇതങ്ങ് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖസമുൻ വറബ്ബിൽ കഅബ. അല്ലാഹുവിൻ്റെ വിശുദ്ധ കഅബാലയമാണ് സത്യം. ഇതൊരു വല്ലാത്ത സത്യം തന്നെയാണ്. അല്ലാഹ് ഈ പറഞ്ഞത് വല്ലാത്തൊരു സത്യമാണ്. ഫനസല അൻ ഹിമാരിഹി വസ്തനദ ഇലാ ഹായിത്തിൻ. അവിടുന്ന് ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനം കേട്ടത് സഹിക്കാൻ കഴിയാതെ, അത് താങ്ങാൻ കഴിയാതെ തൊട്ടടുത്തുള്ള ചുമരിൽ ചാരി നിന്നു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. യാത്ര നിർത്തി വീട്ടിലേക്ക് തിരിച്ചുപോയി. ഫമക്കസ ഷഹ്റൻ യഊദുഹു الناس ലാ യദറൂന മാ മറദു. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് കേട്ട് മഹാനവറുകൾക്ക് രോഗബാധിതനായി 1 മാസം വീട്ടിൽ കിടക്കേണ്ടി വന്നു എന്ന് ആളുകൾ സന്ദർശിക്കാൻ വരാൻ തുടങ്ങി. നോക്കണം നിങ്ങൾ, ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്? നാം സലാം പറയുന്ന മഹാനവറുകൾ ആരാണെന്ന് നാം ആലോചിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാമൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഖാല നബി എന്താ ബൈന അന നായിമുൻ റഅയ്തുനി ഫിൽ ജന്ന. ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ പ്രവേശിച്ചതായി എന്നെ കണ്ടു. റസൂലുള്ളാഹിന്റെ സ്വപ്നങ്ങൾ കളവാവുകയില്ലല്ലോ, അത് സത്യമാണ്. സ്വർഗത്തിൽ ഇങ്ങനെ പ്രവേശിച്ച് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന രംഗമാണ് റസൂലുള്ളാഹി സ്വപ്നത്തിൽ കാണുന്നത്. ഫഇദാ ഇംറഅത്തുൻ തതവദ്ദഉ ഇലാ ജാനിബി ഖസ്രിൻ. ഒരു പെണ്ണ് ഒരു മനോഹരമായ കൊട്ടാരത്തിൻ്റെ മുന്നിൽ വെച്ച് വുദു ഉണ്ടാക്കുന്നതാണ് കാണുന്നത്, സ്വപ്നത്തിലൂടെ കാണാൻ. ഖുൽതു ലിമൻ ഹാദൽ ഖസ്റു. ഞാൻ ചോദിച്ചു, ആർക്കുള്ളതാണ് ഈ കൊട്ടാരം? ഈ കൊട്ടാരം ആരുടേതാണ്? ഇത്രക്കും മനോഹരമായൊരു കൊട്ടാരം, അതിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ വുദു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഉമ്മമാർ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ഭാര്യമാരെയും പെൺകുട്ടികളെയും ഒക്കെ അവിടെ ഒരുമിച്ച് കൂട്ടട്ടെ. ഒരു പെണ്ണിവിടെ വെച്ച് വുദു ഉണ്ടാക്കും നല്ലൊരു കൊട്ടാരത്തിൻ്റെ മുന്നിൽ. ആരുതാണ് ഈ കൊട്ടാരം? ഖാലൂലി ഉമർ. സുബ്ഹാനല്ലാഹ്, ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊട്ടാരമാണ്.
നോക്കണം നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, ഫദക്കർതു ഗൈറതക ഫവല്ലൈതു മുദ്ബിറഹ. ഓ പ്രിയപ്പെട്ട ഉമർ, അങ്ങയുടെ കൊട്ടാരം എനിക്ക് കണ്ടു, പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാൻ എനിക്ക് ആശയുണ്ടായിരുന്നു. പക്ഷേ അങ്ങയുടെ അനിഷ്ടം, അങ്ങയോട് സമ്മതം ചോദിച്ചിട്ടില്ലല്ലോ. അങ്ങയുടെ സമ്മതമില്ലാതെ അതിലേക്ക് കടന്നാൽ അത് അങ്ങേക്ക് അനിഷ്ടമാകുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഫബക്കാ ഉമറു. അത് കേട്ടപ്പോൾ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അവിടുന്ന് പറഞ്ഞു, അലൈക അഗാറു യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ നബിയെ, അങ്ങൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ, അങ്ങൻ്റെ കൊട്ടാരത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ ഞാനത് ഇഷ്ടപ്പെടാതിരിക്കുമോ? എനിക്കത് ദേഷ്യമാകുമോ? എനിക്ക് വെറുപ്പാകുമോ? നബി, ഒരിക്കലുമില്ല. എല്ലാം അങ്ങേക്ക് അനുവദനീയമായിരുന്നു. നോക്കണം നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ സ്വർഗത്തിൽ അവിടത്തേക്ക് കൊട്ടാരം അല്ലാഹു പണിത് വെച്ചിട്ടുണ്ടെന്നാണല്ലോ. മഹാനവരുടെ സ്ഥാനം എത്ര വലുതാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചത് കാണാം തബഖാത്തുൽ കുബ്രയിൽ. വകാന ഫീ വജ്ഹി ഖത്താനി അസ്വദാനി മിൻ കസറത്തിൽ ബുക്കാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ 2 കറുപ്പ് പാടുകൾ ഉണ്ടായിരുന്നു. എന്താണ് കാരണം? ആ കറുപ്പ് പാടുകൾ മിൻ കസറത്തിൽ ബുക്കാ, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞതിൻ്റെ പേരിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇതൊക്കെ ആലോചിക്കുക. നമ്മൾ വളരെയധികം ചിന്തിക്കുക ഇവിടെയൊക്കെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊക്കെ ചിന്തിക്കണം. നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഒക്കെ അവസ്ഥ എന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നമ്മുടെ ഇടം എന്താണ്? ഈ വർഷവും നമ്മുടെ മക്കളെ അണിയിച്ചൊരുക്കി ഓണാഘോഷത്തിന് പറഞ്ഞേച്ചവരല്ലേ നമ്മിൽ പലരും? ആ മുശ്രിക്കീങ്ങളുടെ ആഘോഷ പരിപാടികളെ ആസ്വദിച്ച് കണ്ടവരല്ലേ നാം, ടി വിയിലൂടെയും അല്ലാതെയും നേരിട്ടുമൊക്കെ. അതിൻ്റെ പേരിൽ നാമും നമ്മുടെ മക്കളും ഫർദായ നിസ്കാരങ്ങൾ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ലേ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം ഒന്ന് പഠിക്കാനും ആഘോഷിക്കാനും, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം ഒന്ന് ആഘോഷിക്കാനും പഠിക്കാനും എനിക്കും നമ്മുടെ മക്കൾക്കും സമയം കിട്ടിയിട്ടുണ്ട്. നാം അതിന് ശ്രമം നടത്തിയിട്ടുണ്ടോ? പോവട്ടെ, പരിശുദ്ധ റബീഉൽ അവ്വലല്ലയോ വരുന്നത്. അതാഘോഷിക്കാൻ നാം എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഈ ആവേശമൊക്കെ നാം അവിടെ കാണിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് അല്ലാഹുവിനെ പേടിച്ചവിടെ കരഞ്ഞവിടുത്തെ മുഖത്ത് കറുപ്പ് പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ, അവിടുത്തെ ലോകത്തിൻ്റെ നേതാവാണ്, ലോകത്തെ വിറപ്പിച്ച ഖലീഫയല്ലേ. പക്ഷേ മഹാനവറുകൾ ധരിച്ചിരുന്നത് 12ഓളം സ്ഥലത്ത് കീറിയതിൻ്റെ പേരിൽ തുന്നിപ്പിടിപ്പിച്ച കോട്ടായിരുന്നു ആ ഭരണാധികാരിയാവുന്ന ലോകത്തിൻ്റെ നേതാവ് ധരിച്ചിരുന്നത് എന്ന്. പലർക്കും അതൊരു വിഷമമായി. സ്വഹാബത്തിന് ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ നിന്ന് ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണാധിപനായ, പ്രധാനമന്ത്രിയായ, രാജാവായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരുമ്പോൾ അവിടുന്ന് ധരിച്ച വസ്ത്രം ഇങ്ങനെ കീറി തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമാകുന്നത് ഇവർക്കൊക്കെ വല്ലാത്ത പ്രയാസം. പക്ഷെ ആരത് പറയും? ബൈത്തുൽ മാലിൽ പണമുണ്ട്, അതെടുത്തൊരു നല്ല വസ്ത്രം വാങ്ങി ധരിക്കാൻ ആര് പറയും? പലരും പറഞ്ഞു അലി ഇബ്നു അബീ താലിബ് പറയട്ടെ, മഹാനവറുകൾക്കാണ് അതിന് സാധിക്കുക. അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു എന്നോട് കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിഷയത്തിൽ ഉപദേശിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറയട്ടെ, അവർ പറഞ്ഞാൽ അംഗീകരിച്ചു. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനത് പറഞ്ഞു നോക്കാം. മകള് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സാധിക്കൂല കേട്ടോ, ഒപ്പം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആവട്ടെ, രണ്ടുപേരും കൂടെ ആയിഷ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ നല്ല സമയം നോക്കി ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ അടുക്കിലേക്ക് ചെന്നു. വളരെയധികം ബഹുമാനത്തോടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടുപേരെയും സ്വീകരിച്ചു. റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരല്ല, രണ്ടുപേരെയും സ്വീകരിച്ചിരുത്തി. അങ്ങനെ വളരെ നല്ല രീതിയിൽ
ആയിഷ ബീവി അല്ലേ, ആള് വളരെയധികം ഭംഗിയിൽ എന്ത് ചെയ്തു, കാര്യങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങളെന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത പണി എന്താ? ബുക്കാഅൻ ശദീദ്, അവിടുന്ന് വല്ലാതെ കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, യാ ആയിഷത്തു, ഓ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, സഅൽതുകി ബില്ലാഹ് ഹൽ തഅലമീന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ശബിഅ മിൻ ഖുബ്സി ബിർറിൻ അശറത അയ്യാമിൻ ഔ ഖംസതൻ ഔ സലാസ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മു ആയിഷ ബീവിയെ, നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഭർത്താവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 ദിവസമെങ്കിലും തുടരെ ഉമിയില്ലാത്ത നല്ല മയമുള്ള റൊട്ടി നിന്ന വല്ല ചരിത്രവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേ ചോദ്യം മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയോടും ചോദിക്കുന്നുണ്ട്. അവരൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദീനിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് പകൽ മുഴുവനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനാവുന്നതൊക്കെ ചെയ്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒക്കെ അങ്ങനെയാണ് ജീവിച്ചത്. പകൽ മുഴുവനും ദീനിന് വേണ്ടി സേവനം ചെയ്തു. രാത്രി മുഴുവനും നിസ്കാരത്തിലും ഇബാദത്തിലും മുഴുകി. ആ ജീവിതം തന്നെ മതി എനിക്കും, മറ്റൊരു ജീവിതം എനിക്ക് വേണ്ട. അവരെന്തു ചെയ്തു? ഈ രണ്ട് ഉമ്മമാരും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് തിരുത്താൻ കഴിയില്ല. അങ്ങനെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാ സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഉദ്ധരിച്ചത് കാണാം. ഇബ്നു അസാക്കിർ തങ്ങളെ തൊട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ തെരുവിലൊക്കെ ഇറങ്ങി നടന്നു നോക്കും, ആരെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ടോ എന്ന്. അങ്ങനെ ഒരു ദിവസം നോക്കുന്ന സമയത്ത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയ വെളിച്ചം കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പ്രായം ചെന്ന പെണ്ണ് തൻ്റെ മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ്. ആ മുടി ചീകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്നു. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ അഖ്യാർ ഖദ് കുൻത ഖവാമൻ ബകിയൽ അസ്ഹാർ യാ ലൈത ശിഅരി വൽ മനായാ അത്വാർ ഹൽ തജ്മഊനി വ ഹബീബിദ്ദാർ. ആ പെണ്ണിങ്ങനെ മുടി ചീകുന്ന സമയത്ത് സ്വന്തമല്ലേ പാട്ട് പാടിയതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എല്ലാ സ്വാലിഹീങ്ങളുടെയും മലായിക്കത്തിൻ്റെയും ഒക്കെ സ്വലാത്തുകൾ ഉണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ നബിയെ അങ്ങ് വല്ലാതെ കരഞ്ഞവരും അതുപോലെ നിന്ന് നിസ്കരിച്ചവരുമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുപാട് നിസ്കരിക്കുകയും പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്തവരുമൊക്കെയാണ്. പക്ഷേ ഈ പാവപ്പെട്ട പെണ്ണാകുന്ന ഞാൻ ഒന്ന് ആശിച്ചോട്ടെ, അങ്ങയോടൊപ്പം സ്വർഗത്തിൽ വരാൻ. അത് നടക്കുമോ? ഹൽ തജ്മഉനി വ ഹബീബി അദ്ദാർ. പടച്ചവനെ, എന്നെ അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വല്ലാത്തൊരു പദ്യം. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. കരച്ചിൽ നിൽക്കുന്നില്ല. മഹാനവറുകൾ പരിസര ബോധം മറന്ന് വാതിലിന് മുട്ടിയപ്പോൾ ചോദിച്ചു, ആരാണ് ഈ സമയത്ത് ഇവിടെ വന്നത്? ഉമറാണ്. ആ പെണ്ണ് പറഞ്ഞു, മാലി വലി ഉമർ, ഈ സമയത്ത് എന്തിനാ ഉമർ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ മഹദിയോട് പറഞ്ഞു, ഇഫ്തഹി റഹിമക്കില്ല, ഒന്ന് വാതിൽ തുറക്കൂ, എനിക്കൊരു സങ്കടം നിങ്ങളോട് പറയാറുണ്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട, വാതിൽ തുറക്കൂ. പ്രായം ചെന്ന പെണ്ണല്ലേ. വാതിൽ തുറന്നു, ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് പറയാണ്, റദ്ദിദി അലയ്യൽ കലിമാത്തില്ലത്തി കുൽത്തി ആനിഫ. ഉമ്മ, നിങ്ങളിപ്പോൾ ചൊല്ലിയ കവിത ഒന്നുകൂടെ പാടണം, ഒന്നുകൂടെ നിങ്ങളതൊന്നുകൂടെ പറയണം. അങ്ങനെ അതിൻ്റെ അവസാനമെത്തിയപ്പോൾ ഹൽ തജ്മഉനി വ ഹബീബി അദ്ദാർ, എന്നെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്നറിയിക്കുന്ന കവിതയുടെ വരി എത്തിയപ്പോൾ ആ ഉമർ ഇബ്നുൽ ഖത്താബ് ആ ഉമ്മരോട് പറയുകയാണ്, അസ്അലുകി അൻ തുദ്ഖിലീനി മഅകുമാ, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ സ്വർഗത്തിലെത്തും, എന്നെ കൂടെ കൂട്ടണം, നിങ്ങൾ സ്വർഗത്തിലേക്കിട്ടോ. വിധങ്ങളെ കൂടെ, നിങ്ങളുടെ കൂടെ ഈ പാവപ്പെട്ട ഉമറിനെയും സ്വർഗത്തിലേക്ക് കൂട്ടണം. എൻ്റെ സഹോദരിമാര്, എന്താണ് പറയുക? ആ സമയത്ത് മഹദി ദുആ ചെയ്തു കൊടുത്തു, ഉമറു ഫഗ്ഫിർ ലഹു യാ ഗഫാർ,
ഗഫാറായ അല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം നീ വർദ്ധിപ്പിച്ചു കൊടുത്ത് സ്വർഗത്തിലെത്തിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ഒന്ന് കരയാൻ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വർഗം കിട്ടാൻ വേണ്ടി ഒന്ന് കരഞ്ഞ് ചോദിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? ഈ നേതാവിൻ്റെ മുമ്പിലാണ് നമുക്ക് ചെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ചാരത്തന്തി വിശ്രമം കൊള്ളുന്ന ഈ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ് നമുക്ക് സലാം ചെല്ലാനുള്ളത്. അവിടുന്ന് ഈ ലോകത്തോട് ഷഹീദായത് എവിടെ വെച്ചാ ഷഹീദാവുന്നത്? നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, അവർക്കൊക്കെ വലിയ പാഠമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത്. ഷഹീദുൽ മിഹ്റാബ് അല്ലേ? അവിടുന്ന് വഫാത്താവുന്ന, ഷഹീദാവുന്ന സമയത്ത് എവിടെ വെച്ചാ ഷഹീദാവുന്നത്? ലോക ഇസ്ലാമിക രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വെച്ചല്ലേ ഇവിടുന്ന് ഷഹീദായത്. അതും എവിടെ വെച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഹ്റാബിൽ വെച്ച്, റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. മാത്രമല്ല, അതും സമയങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ സമയമാകുന്ന സുബഹിയുടെ സമയത്ത്, അതും സുബഹി നിസ്കാരത്തിൽ വെച്ച്. അതിലും വലിയൊരു സ്ഥാനം എന്താ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് വഫാത്താവുന്നത്. വഫാത്തായ സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മാത്രമല്ല, ഇനിയും ഒരുപാട് അവരുടെ മഹത്വങ്ങൾ പറയാനുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഓ ഇബ്നു അബ്ബാസ്, നിങ്ങൾ നോക്കാനാണ് എന്നെ കൊന്നത്. അവിടുന്ന് പറഞ്ഞു, ഗുലാമുൽ മുഗീറത്ത് ബിൻ ശുഅബയുടെ അടിമയാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഖാത്തലഹുല്ലാഹ്, ലഖദ് അമർതു ബിഹി മഅറൂഫൻ അൽഹംദുലില്ലാഹി അൽദീ ലം യജ്അൽ മനിയത്തി ലിറജുലിൻ യദ്ദഇ അൽ ഇസ്ലാം. ഒരു മുസ്ലിമിൻ്റെ കരങ്ങളെ കൊണ്ടല്ലല്ലോ ഞാൻ മരണപ്പെട്ടത്, ഒരു കാഫിറിൻ്റെ കരങ്ങളെ കൊണ്ടല്ല. അതിൽ സന്തോഷം എന്ന് പറഞ്ഞ് അവിടുന്ന് അഭിമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി, വീട്ടിൽ നിന്ന് പാല് കൊടുത്തപ്പോൾ അത് ആ കുത്തിയ സ്ഥലത്തിലൂടെ പുറത്തേക്ക് വന്നു. സ്വഹാബത്തിന് ബോധ്യപ്പെട്ടു ഇത് അവിടുന്ന് ഷഹീദാവുകയാണ്, വഫാത്താവുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തൻ്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇൻതലിക് ഇലാ ആയിഷത ഉമ്മുൽ മുഅ്മിനീന റളിയല്ലാഹു അൻഹ ഫഖുൽ ലഹാ യക്റഉ ഉമർ അലൈഹിസ്സലാം. ഓ മോനെ, നീ ഉമ്മ ആയിഷ ബീവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് സലാം ചെല്ലുന്നുണ്ട് എന്ന് പറയണം. എന്നിട്ട് വയസ്തദിനു അൻ യുദ്ഫന മഅ സ്വാഹിബൈഹി, എന്നിട്ട് മഹദിയോട് സമ്മതം ചോദിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചാരത്ത് എന്നെ കൂടി മറവ് ചെയ്യട്ടെ എന്ന് സമ്മതം ചോദിക്കണം. അല്ലാഹ്, എന്താ പറയുക. അങ്ങനെ അവിടുന്ന് പോയി സമ്മതം ചോദിച്ചു, സമ്മതം കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ ആ സമ്മതം കിട്ടിയെന്ന് വിവരം കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷം. അവിടുന്ന് വീണ്ടും പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിലും എന്നെ കുളിപ്പിച്ച് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നുകൂടെ നിങ്ങൾ സമ്മതം ചോദിച്ചിട്ട് വേണം എന്നെ അവിടെ വെക്കാൻ. നോക്കണം നിങ്ങൾ. അങ്ങനെ ഇന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമരിന് നേരെയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയുള്ളത് ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചുമരിന് നേരെ. ഈ രൂപത്തിലാണ് അവർ മൂന്ന് പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ ചെന്ന് ഭംഗിയായി സലാം ചെല്ലാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അവരുടെ സ്ഥാനങ്ങളൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം കൊണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ട് നമ്മെയും നമ്മുടെ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മശായിഖന്മാരെയും ഭാര്യമാരെയും മക്കളെയും ഇഷ്ടജനങ്ങളെയും ഈ ഗ്രൂപ്പിലുള്ള എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരെയും മദീനത്തെത്താനും നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു തആല മാപ്പ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.